ഒരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഡേറ്റ് ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം നമ്മൾ പറയാൻ പോകുന്നത് ഒരു മാർക്കറ്റ് ഫോളോ ആവുന്നത് മുൻകൂട്ടി എങ്ങനെ കണ്ടെത്താം എന്നതാണ്. ഒരു ക്യാൻഡിൽ സ്റ്റിക്കിന്റെയും ഒരു ചാർട്ട് പാറ്റേണിന്റെയും ഒരു സഹായവും ഇല്ലാതെ എങ്ങനെ ഒരു മാർക്കറ്റ് ഫോളോ ആവുന്നത് മുൻകൂട്ടി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, അല്ലെങ്കിൽ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡേറ്റ എന്തൊക്കെയാണ് എന്നതാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് കാണുക, ഉപകാരപ്പെട്ടേക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ മാർക്കറ്റ് ഡൗൺ സൈഡ് ഇതേപോലെ മാർക്കറ്റ് ഡൗൺ സൈഡ് പോണ കേസാണ് പറയാൻ പോകുന്നത്. അപ്പോ ആദ്യം മനസ്സിലാക്കേണ്ടത്, ആരാണ് മാർക്കറ്റിനെ ഡൗൺ സൈഡ് കൊണ്ടുപോകുന്നത്? ഏത് പാർട്ടിസിപ്പന്റ് ആണ്? നമ്മുടെ മാർക്കറ്റിലെ രണ്ട് പാർട്ടിസിപ്പൻസ് ഉണ്ട്, ബയേഴ്സും ഉണ്ട് സെല്ലേഴ്സും ഉണ്ട്. ആരാണ്? സെല്ലേഴ്സ് ആണ്. ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. സെല്ലേഴ്സ് ആണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്? താഴേക്ക് ഡൗൺ സൈഡിലേക്ക് പുഷ് ചെയ്യുന്നത്. അപ്പോ ഈ കാണുന്ന റെഡ് കളർ കണ്ടോ? ഈ മാർക്ക് ചെയ്തിരിക്കുന്ന റെഡ് കളർ, ഈ റെഡ് കളർ എന്ന് പറയുന്നത് മാർക്കറ്റിലുള്ള സെല്ലേഴ്സിന്റെ എണ്ണത്തെ ആണെന്ന് കരുതുക. ഓക്കെ, ഇത് സെല്ലേഴ്സ് ആണ് എന്ന് കരുതുക, റെഡ് കളർ. അപ്പൊ ഈ ഗ്രീൻ കളർ ആരാണ്? ബയേഴ്സ് ആണ് എന്ന് കരുതുക. ഇനി ഞാൻ പറയാൻ പോണ കണ്ടീഷൻസ്, 4 കണ്ടീഷൻസ് പറയും. ഈ 4 കണ്ടീഷൻസ് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ കേട്ടു നോക്കുക, എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. കണ്ടീഷൻ നമ്പർ 1. ഓക്കെ, ഇവിടെ നോക്കി. ആദ്യമേ ഇവിടെ ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെ എണ്ണം എന്താണ്? ഈക്വൽ ആണ് അല്ലെ, ഏകദേശം. ഇപ്പൊ നോക്കി, സെല്ലേഴ്സ് കൂടുതലുണ്ടെങ്കിലും വലിയ ഡിഫറൻസ് ഇല്ല അല്ലെ, വലിയ ഡിഫറൻസ് ഇല്ല. കണ്ടീഷൻ നമ്പർ 1 എന്ന് പറയുന്നത്, സെല്ലേഴ്സ് എന്ന് പറയുന്നത് ബയേഴ്സിന്റെ എണ്ണത്തെ അപേക്ഷിച്ച്, ഈ ഡേറ്റ എങ്ങനെ എടുക്കാം എന്നുള്ളത് കൂടി പറയും കേട്ടോ. ഇത് ചുമ്മാ പറയല്ല, ഈ ഡേറ്റ നമുക്ക് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ ഉപയോഗിക്കേണ്ട, അതെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. അപ്പോ ബയേഴ്സിന്റെ എണ്ണം, സെല്ലേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ബയേഴ്സിനെ അപേക്ഷിച്ച് ഒരു 5 മടങ്ങെങ്കിലും, 4 5 മടങ്ങ്, മിനിമം 3 മടങ്ങെങ്കിലും വേണം, 3 ടൈംസ് എങ്കിലും ഉണ്ടായിരിക്കണം. ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് 4 or 5 ടൈംസ് ആണ്. 5 ടൈംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. എത്ര കൂടുന്നു അത്രയും നല്ലതാണ്. അപ്പോൾ ബയേഴ്സിനെ അപേക്ഷിച്ച് സെല്ലേഴ്സിന്റെ എണ്ണം ഒരു 4 or 5 ടൈംസ് എങ്കിലും ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആണ്. മിനിമം 3 ടൈംസ് വേണം, മിനിമം ആണ് 3 ടൈംസ്. 4 5 10 ടൈംസ് ഒക്കെ വരുന്ന സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. അതൊക്കെ വന്നാൽ അത്രയും കൺവിൻസിങ് ആയിട്ടുള്ള ലെവൽസ് ആണ് അതൊക്കെ വരുന്നത്, ഓർക്കുക. അപ്പൊ തൽക്കാലം നമുക്ക് ജനറലി വരുന്ന കണ്ടീഷൻസ് എടുക്കാം. 3 to 5 ടൈംസ്, 5 ടൈംസിനെ കുറിച്ച് നമുക്ക് എടുക്കാം. അപ്പോ ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞേ. ഇനി കണ്ടീഷൻ നമ്പർ 2. കണ്ടീഷൻ നമ്പർ 2 എന്താണ്? മാർക്കറ്റില് ഈ സെല്ലേഴ്സിന്റെ എണ്ണം, അവരുടെ വോളിയം, അവരുടെ ഡേറ്റ 1 കോടിയിലധികം ഉണ്ടായിരിക്കണം. ഇത് നിർബന്ധമാണ്. ഇത് നിഫ്റ്റിയുടെ കേസാണ് പറയുന്നത്. നിഫ്റ്റിയുടെ കേസാണ് പറയുന്നത്. 1 കോടിയിലധികം സെല്ലേഴ്സ് ഉണ്ടായിരിക്കണം. 1 കോടിയിലധികം. ഈ ഡേറ്റ എടുക്കുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ 1 കോടിയിലധികം സെല്ലേഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. എന്നാലേ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആവത്തുള്ളൂ. അപ്പൊ കണ്ടീഷൻ നമ്പർ 2 ക്ലിയർ ആയ? 1 കോടിയിലധികം സെല്ലേഴ്സ് ഉണ്ടായിരിക്കണം. ഇനി കണ്ടീഷൻ നമ്പർ 3 ശ്രദ്ധിച്ച് കണ്ടോളുക. മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഈ ലെവലിന് ബിലോ ആയിരിക്കണം. മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഈ പറയുന്ന ലെവലിന് ബിലോ ആയിരിക്കണം എന്നത് നിർബന്ധമാണ്. ഇതേപോലുള്ള ഒരു കണ്ടീഷൻ വന്നിട്ട് മാർക്കറ്റ് ടോപ്പില് ഇതേപോലെ എബോവ് ഓപ്പൺ ആവാം. കാരണം ഓവർനൈറ്റ് സെന്റിമെന്റ് ചേഞ്ച് ആവാം. അപ്പൊ എബോവ് ഓപ്പൺ ആവാം. എബോവ് ഓപ്പൺ ആയാൽ ഇവിടെയുള്ള ഈ ഒരു ബിഗ് പ്ലേയേഴ്സ് എല്ലാം എക്സിറ്റ് ചെയ്യും. അപ്പൊ എബോവ് ഓപ്പൺ ആയാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അത് ആ ഒരു ലെവല് പിന്നെ പരിഗണിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇത് പരിഗണിക്കണമെങ്കിൽ മാർക്കറ്റ് എവിടെ തന്നെ ഓപ്പൺ ആവണം? ബിലോ തന്നെ ഓപ്പൺ ആവണം എന്നുള്ളത് നിർബന്ധമാണ്. അതായത് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ലെവൽ എന്ന് കരുതുക. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ലെവലാണെന്ന് കരുതുക. ഈ ലെവലിന് ബിലോ തന്നെ ആയിരിക്കണം, നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ലെവലിന് ബിലോ തന്നെ ആയിരിക്കണം നമ്മൾ ഇത് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടത് അതിന്റെ ബിലോ ആയിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലാസ്റ്റ് കണ്ടീഷൻ, മോർണിംഗ് തന്നെ നമുക്ക് ഈ ട്രേഡ് കിട്ടിയാൽ അത്രയും നല്ലത്. മോർണിംഗ് തന്നെ, അതായത് മോർണിംഗ് തന്നെ എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ കിട്ടുന്ന അവോയ്ഡ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. രാവിലത്തെ, അതായത് ഒരു ആദ്യത്തെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ആ ഒരു ടൈമിലൊക്കെ കിട്ടുകയാണെന്ന്, 1.5 മണിക്കൂറിലേക്ക് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഉച്ച കഴിഞ്ഞാൽ ഈ സെന്റിമെന്റ് മാറും. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യും. കാരണം ഈ ഡേറ്റ നമ്മൾ എടുക്കുന്ന ലൈവിലെ ഡേറ്റ അല്ല. പലർക്കുള്ള ഡൗട്ടാണ്, ലൈവിലെ ഡേറ്റ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. തലേ ദിവസം നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും തലേ ദിവസം നമുക്ക് അവൈലബിൾ ആയിരിക്കും. ലൈവിൽ ഒന്നും ചെയ്യാനില്ല. ലൈവില് ആകെ നമുക്ക് ലെവല് മാർക്ക് ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല.
ലെവൽസ് എല്ലാം തലേ ദിവസം 3:30-ക്ക് ശേഷം നമുക്ക് കിട്ടും. അതായത് ട്യൂസ്ഡേ ആണ് നമുക്ക് ഈ ഒരു ലെവൽ വേണ്ടതെങ്കിൽ ഇതെല്ലാം മൺഡേ തന്നെ കിട്ടും. മൺഡേ 3:30-ക്ക് ശേഷം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പൊ അത് എന്തുമാത്രം അഡ്വാൻറ്റേജ് ആണെന്ന് നോക്കി. ഓക്കെ, അപ്പോ 4 കണ്ടീഷൻസ് പറഞ്ഞു. അതായത് എന്തൊക്കെയായിരുന്നു? ബയേഴ്സ് എന്ന് പറയുന്നത്, സെല്ലേഴ്സ് എന്ന് പറയുന്നത് ബയേഴ്സിനെ അപേക്ഷിച്ച് 4-5 മടങ്ങ് ഉണ്ടായിരിക്കണം. അതേപോലെ സെക്കൻഡ് എന്തായിരുന്നു? 1 കോടിയിലധികം സെല്ലേഴ്സ് ഉണ്ടായിരിക്കണം. തേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പണിംഗ് ബിലോ ആയിരിക്കണം, നമ്മൾ മാർക്ക് ചെയ്യുന്ന ലെവലിന് ബിലോ ആയിരിക്കണം. ഫോർത്ത് എന്ന് പറയുന്നത് എന്തായിരുന്നു? മോർണിംഗ് തന്നെ മാർക്കറ്റ് ഈ റേഞ്ചിലേക്ക് വന്നാൽ അതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഇത് നിഫ്റ്റിയുടെ കേസാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് ശ്രദ്ധിച്ച് കണ്ടോളൂ. അപ്പൊ ഇനി ഈ ഡേറ്റ എങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെയാണ് ഈ ഡേറ്റ മനസ്സിലാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഡേറ്റ എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് സെൻസിബിൾ ആണ്. സെൻസിബിൾ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സെൻസിബിളില് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫ്രീ ആണ്. ഇത് നമുക്കിപ്പോ സീറോദയിലോ ഏഞ്ചൽ വൺ അതേപോലുള്ള കുറച്ച് ബ്രോക്കേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഡേറ്റ അവൈലബിൾ ആണ്, ഫ്രീ ആണ്. സോ പെയ്ഡ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. സീറോദയിലേക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഈ ഡേറ്റ എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ സെൻസിബിൾ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ് ഈ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇനി ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ നമ്മൾ ഓർക്കുക, നമ്മളിത് ലൈവില് ഡേറ്റ് ഇല്ല, ലൈവില് ഡേറ്റ് ഡിലേ ഉണ്ട്. ലൈവിലുള്ള ഡേറ്റ അല്ല യൂസ് ചെയ്യുന്നത്, ലൈവ് മാർക്കറ്റിലെ ഡേറ്റ് അല്ല, തലേ ദിവസത്തെ ഡേറ്റ ആണ്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ ഗ്രീനും റെഡും ഒക്കെ കണ്ടേ, ഇത് ഈ കോളും പുട്ടും ഒക്കെ വിട്ടേക്കാം. നമ്മളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ കോളിന്റെയും പുട്ടിന്റെയും ആ കാര്യമൊക്കെ വിട്ടേക്കാം. ജസ്റ്റ് കളേഴ്സിൽ ഫോക്കസ് ചെയ്യാം. ഇതില് ഈ കളേഴ്സിൽ ഫോക്കസ് ചെയ്യാം. ഈ കളേഴ്സിൽ എന്താ കാണുന്നത്? ഗ്രീൻ എന്ന് പറയുന്നത് മാർക്കറ്റിനെ അപ്സൈഡിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന പാർട്ടിസിപ്പൻസ് ആണ് എന്ന് മനസ്സിലാക്കാം. അതായത് ജസ്റ്റ് ബയേഴ്സ് ആണെന്ന് മനസ്സിലാക്കാം. മാർക്കറ്റിനെ അപ്സൈഡിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന പാർട്ടിസിപ്പൻസ് ആണ് ഗ്രീൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ശരിക്കും അത് പുട്ട് സെല്ലേഴ്സ് ആണ്, അത് വിട്ടേക്കാം, അതിലേക്ക് പോണ്ട. തൽക്കാലം ഈ കളർ വെച്ചിട്ട് മനസ്സിലാക്കാം, അതാണ് ഏറ്റവും എളുപ്പം. ഗ്രീൻ എന്ന് പറയുന്ന അപ്സൈഡിലേക്ക് മാർക്കറ്റിനെ പുഷ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന പാർട്ടിസിപ്പൻസ്. അപ്പൊ റെഡ് ആരാണ്? മാർക്കറ്റിനെ ഡൗൺ സൈഡിലേക്ക് പുഷ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന, താഴേക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്ന പാർട്ടിസിപ്പൻസ് ആണ് റെഡ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. മാർക്കറ്റിനെ താഴേക്ക് പുഷ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന പാർട്ടിസിപ്പൻസ്. അപ്പൊ 2 പാർട്ടിസിപ്പൻസ് നമുക്ക് ക്ലിയർ ആയല്ലോ, 2 പാർട്ടിസിപ്പൻസ് നമുക്ക് ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി നമ്മൾ ഡൗൺ സൈഡിലേക്കുള്ള കേസസ് അല്ലേ നോക്കുന്നത്? അപ്സൈഡിന്റെ കേസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഒരൊറ്റ കാര്യം, ഒരു സമയത്ത് ഒരു കാര്യം മാത്രം നമ്മൾ പഠിക്കാം, ഉപകാരപ്പെടും കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിയാൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ നമ്മൾ ഡൗൺ സൈഡിൽ പോണ കേസിലെ നോക്കുന്നത്, ഇതില് ഈ നമ്മൾ കണ്ടതില് ഇതിൽ എവിടെയാണ് സെല്ലേഴ്സ് സ്ട്രോങ് ആണെന്ന് നോക്കുക. അതായത് നമ്മൾ നേരത്തെ നോക്കിയില്ലേ, ഈ റെഡ് എന്ന് പറയുന്നതാണ് മാർക്കറ്റിനെ ഡൗൺ സൈഡ് കൊണ്ടുപോകുന്ന പാർട്ടിസിപ്പൻസ്. ഇതിൽ ഏതാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ്? ഇതാണ് നമുക്ക് ആദ്യം കാണുമ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് കിട്ടുന്നത് അല്ലേ. ഇത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? നമ്മൾ കാണും, ജസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡന്റിഫൈ. ഇവിടുത്തെ റെഡ് ബാർ എന്ന് പറയുന്നത് ഇത്രയും ഉണ്ട്, ഇത്രയും അധികം വലുതാണ്. ഓക്കെ, ഈ ഗ്രീനിനെ അപേക്ഷിച്ച് ഏകദേശം 4-5 മടങ്ങെങ്കിലും ഈ പറയുന്ന റെഡ് ഏരിയ അല്ലെങ്കിൽ റെഡ് എന്ന് പറയുന്നത് സെല്ലേഴ്സിന്റെ എണ്ണം അത്രയധികം കൂടുതലാണ്. അപ്പൊ ഇവിടുത്തെ നമ്പേഴ്സ് ഒന്ന് നോക്കി. നമ്മൾ ഒന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞു 4-5 മടങ്ങം വേണം. ഓക്കെ, അപ്പൊ 4-5 മടങ്ങ് ഉണ്ടോ എന്ന് നോക്കി. ആ ഗ്രീനിന്റെ എത്ര ഗ്രീൻ ഉണ്ടെന്ന് നോക്കി, എത്ര ബയേഴ്സ് ഉണ്ടെന്ന് നോക്കി. അവിടെ 29 ലക്ഷം ബയേഴ്സ് ആണ് ഉള്ളത്. 26,100 എന്ന് പറയുന്ന ലെവലില് നിഫ്റ്റിയില് എത്ര ബയേഴ്സ് ഉണ്ട്? 29 ലക്ഷം ബയേഴ്സ് ആണ് ഉള്ളത്. എന്നാൽ സെല്ലേഴ്സിന്റെ എണ്ണം എത്രയാണ്? 1,29 ലക്ഷം സെല്ലേഴ്സ് ഉണ്ട്. അതായത് ഈ ലെവലില് ഒന്ന് നോക്കി, 26,100-ല് 29 ലക്ഷം ബയേഴ്സ് ഉള്ളപ്പോ 1,29 ലക്ഷം സെല്ലേഴ്സാ ഉള്ളത്. അതായത് എത്ര മടങ്ങുണ്ട്? ഏകദേശം 4 മടങ്ങിലധികം, ഏകദേശം 5 ടൈംസിനടുത്ത് 4 മടങ്ങിലധികം സെല്ലേഴ്സ് ആണ് ആ ഒരു ലെവലില് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ അവിടെ വന്നിട്ടുണ്ടല്ലോ, കണ്ടീഷൻസ് വന്നിട്ടുണ്ട്. അപ്പോ ഇത് നമ്മൾ നോക്കുന്നത് 27-ാം തീയതിയാണ്, 27th ആണ് കേട്ടോ, 27th ആണ്. അപ്പൊ നമുക്ക് 28-ലേക്കാണ് നമ്മൾ ഈ ഡേറ്റ യൂസ് ചെയ്യാൻ പോണത്. അപ്പം 27-ല് നമുക്ക് കിട്ടി, ഈ ഒരു ഡേറ്റ കിട്ടി, നമ്മൾ യൂസ് ചെയ്യാൻ പോണേ 28-ാം തീയതിയാണ്. അപ്പൊ 28ന്റെ ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ 28ലെ ചാർട്ട് നമുക്ക് നോക്കാം. 28th എന്ന് പറയുന്ന ഇതാണ് 28th.
ഓക്കെ, 28th ഇതാണ്. അപ്പൊ ഏത് ലെവലിലാണ് അത്രയും സെല്ലേഴ്സ് ഉള്ളത്? ഏത് ലെവലിലാണ് ശ്രദ്ധിച്ച് കണ്ടുനോക്കുക. 26,100 എന്ന് പറയുന്ന പ്രൈസിലാണ് അത്രയധികം 26,100 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലാണ് അത്രയും സെല്ലേഴ്സ് ഉള്ളത്. അപ്പൊ 26,100 എന്ന് പറയുന്ന ലെവൽ ഏതാണ്? നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം. 26,100 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് എവിടെ? 26,100. ഞാനത് മാർക്ക് ചെയ്യട്ടെ, ഒരു സെക്കൻഡ് കേട്ടോ. 26,100 ഏതാണ്? ദേ റെഡ് ആയിട്ട് കൊടുക്കാം. നമുക്ക് സെല്ലേഴ്സിനല്ലേ നമ്മൾ നോക്കുന്നത്. ഏകദേശം ഇതാണ് 26,100 എന്ന് പറയുന്ന റേഞ്ച്. ഇത് നോക്കി, 26,000. ഞാൻ തന്നെ അവിടെ മാർക്ക് ചെയ്താണ്ട് ഇവിടെ കാണാം, റൈറ്റ് സൈഡിൽ കാണാം 26,100 കാണാം എന്ന് കരുതുന്നു. റൈറ്റ് സൈഡിൽ കാണാമെന്ന് കരുതുന്നു. 26,100 ആണ് ആ കാണിച്ചിരിക്കുന്നത്. അതിനെ ഒരു സോൺ ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, എപ്പോഴും ഒരു ലൈൻ ആയിട്ടല്ല, ഒരു സോൺ ആയിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ലൈൻ ആയിട്ടല്ല കേട്ടോ. അതായത് ആ ഒരു സോണിന്റെ അതാണ്ട് ഇത് കണ്ടോ, ഇതാണ് ആ ലൈൻ എന്ന് പറയുന്നത്. ആ ലൈനിന്റെ അപ്പ് സൈഡും ഡൗൺ സൈഡും ചെറിയൊരു ബഫർ കൊടുത്ത് ഒരു ചെറിയ സോൺ ആയിട്ട് എപ്പോഴും മാർക്ക് ചെയ്യുക. വളരെ വലിയ സോൺ ഇതുപോലെ ഒന്നും മാർക്ക് ചെയ്യരുത്. ഒരു ചെറിയ സോൺ ആയിട്ട് എപ്പോഴും ആ ലെവലിൽ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കി. നമുക്ക് അപ്പ് സൈഡ് കൊടുത്തിരുന്ന അതൊക്കെ റിമൂവ് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കി. ഇവിടെ എന്താ, ഇനി നമ്മുടെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. മാർക്കറ്റ് ഈ ലെവലിന് ബിലോ ഓപ്പൺ ചെയ്തിരിക്കണം എന്നത് കൂടി കണ്ടീഷൻ ഉണ്ട്. അത് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ആ കണ്ടീഷൻ ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടല്ലോ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അതിന്റെ ബിലോ അല്ലേ? മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അതിന്റെ ബിലോ അല്ലേ? മോർണിംഗ് തന്നെ ആ ട്രേഡ് വന്നിട്ടുണ്ട്. മോർണിംഗ് തന്നെ മാർക്കറ്റ് ആ ലെവലിൽ പോയിട്ടുണ്ടല്ലോ. മോർണിംഗ് തന്നെ മാർക്കറ്റ് ആ ലെവലിൽ പോയിട്ടുണ്ട്. മോർണിംഗ് തന്നെ മാർക്കറ്റ് ആ ലെവലിൽ പോയിട്ടുണ്ട്. അവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കി. അവിടെ എന്ത് സംഭവിച്ചു നോക്കി. അവിടെ എത്തിയതും ആ ലെവലിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തതും അവിടെ നിന്ന് വെറും ഫോൾ അല്ല, ചെറിയൊരു ഫോൾ അല്ല, നല്ല രീതിക്കുള്ള ഒരു ഹൈ മൊമെന്റം ഫോള് അവിടെ വന്നിരിക്കുന്നത് നമുക്ക് കാണാം. കണ്ടോ എന്ത് ഫാസ്റ്റ് ആയിട്ട് മാർക്കറ്റ് വന്നേ. അതിന് കാരണം എന്താണ്? ആ 26,100 എന്ന് പറയുന്ന ലെവലില് ഏകദേശം 4-5 ഇരട്ടി സെല്ലേഴ്സ് ആണുള്ളത്. ബയേഴ്സിനെ അപേക്ഷിച്ച് 4-5 ഇരട്ടി സെല്ലേഴ്സ്. 1,30,00,000 സെല്ലേഴ്സ് ആണ് അവിടെ ഉള്ളത്. നമ്മൾ 4 കണ്ടീഷനും ഇവിടെ വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞ 4 കണ്ടീഷനും നമ്മൾ നോക്കി 4 വരുന്നില്ല, ഇവിടെ 4 വരുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ മാർക്കറ്റിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മൾ ക്യാൻഡലിന്റെ നിന്ന് പിറകെ പോകേണ്ട ആവശ്യമില്ല. ഇതുപോലത്തുള്ള ലെവൽസും ഡേറ്റാസ് ഒക്കെ ഇഷ്ടം പോലെ. ഇത് ഒരു ഡേറ്റ മാത്രമാണ്. ഈ ഡേറ്റയുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഇനി ഒരുപാട് ഡേറ്റാസ് ഉണ്ട്. ഇനിയും ഉണ്ട്. ഇതിന് ആക്യുറസി കൂട്ടുന്ന, ഈ ഒരു ഡേറ്റയ്ക്ക് ആക്യുറസി കൂട്ടുന്ന ഇനിയും മറ്റു ഡേറ്റാസ് ഉണ്ട്. ഇതുപോലുള്ള വീഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയാവും. സപ്പോർട്ട് ആവുന്ന അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ പറഞ്ഞാല് ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാം കേട്ടോ. ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മാത്രം. അതല്ല ഇത് ഉപകാരപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം കേട്ടോ. കമന്റ് ചെയ്താലും ഞാൻ കൂടുതൽ എല്ലാവരും കമന്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും ഓക്കെ അത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഒരു കമന്റോ ലൈക്കോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഓക്കെ എത്രത്തോളം പേർക്ക് അത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, സഹായം ആവുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. എത്രത്തോളം പേര് ഇതുവരെ കണ്ടെത്തിയെന്ന് പോലും എനിക്കറിയില്ല. പലരും ചിലപ്പോൾ കുറച്ചു നേരം കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോയേക്കാം. ഓക്കെ, ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എത്ര പേരുണ്ട് എന്നുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ ഇനി കഴിഞ്ഞിട്ടില്ല, നമുക്ക് നോക്കാം. ഒരു ദിവസത്തെ ഡേറ്റ് നോക്കിയാൽ പോരല്ലോ, നമുക്ക് ഇനിയും ചെക്ക് ചെയ്യാം. അപ്പൊ ഇത് എല്ലാ ദിവസവും ഇതേപോലുള്ള കണ്ടീഷൻ വരില്ല, അതും കൂടെ ഓർക്കുക. എല്ലാ ദിവസവും ഇതേപോലുള്ള ദിവസം ഈ കണ്ടീഷൻസ് വരില്ല എന്ന് ഓർക്കുക. ചില ദിവസങ്ങളിൽ മാത്രമാണ് ഇത്തരം കണ്ടീഷൻസ് ഉണ്ടാവുക. അപ്പൊ അത് വരാത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യുക, വിട്ടുകളയുക എന്നത് കൂടി. ഇത് ഇപ്പൊ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാല് മാർക്കറ്റിൽ കണ്ടോ, ഈ ഒരു ദിവസം അടുത്ത ഒരു ഡേ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊന്നും എന്തില്ല, ഒരു ക്ലിയർ കണ്ടീഷൻ ഇല്ല. ഇവിടെയൊന്നും എന്തില്ല, ഒരു നല്ല സെല്ലേഴ്സ് ഇല്ല. നമ്മൾ സെല്ലേഴ്സിന്റെ കേസാണ് നോക്കുന്നത്. മാർക്കറ്റ് ഡൗൺ സൈഡ് പോണേ. ഇവിടെയൊക്കെ ഒരു ബയേഴ്സിന്റെ എണ്ണമാണ് വളരെ കൂടി നിൽക്കുന്നത്. സെല്ലേഴ്സ് എന്താണ്, വളരെ കുറവാണ്. ഇവിടെ ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ പറഞ്ഞു 1 കോടിയിലധികം വേണമെന്ന് സെല്ലേഴ്സ്. ഇവിടെ ഒരു സ്ഥലത്ത് പോലും 1 കോടിയിലധികം സെല്ലേഴ്സ് ഇല്ല. അപ്പൊ ഈ ഡേയിൽ നമ്മൾ എന്ത് ചെയ്യില്ല, അനലൈസ് ചെയ്യില്ല. നമ്മൾ ആ ഒരു സെല്ലേഴ്സിന്റെ കേസ് വിട്ടേക്കും. ഈ ഒരു ഡേയിൽ നമ്മൾ സെല്ലേഴ്സിന്റെ കേസ് വിട്ടേക്കും. നമുക്ക് നെക്സ്റ്റ് ഡേയിൽ നോക്കാം, അടുത്ത ദിവസം നോക്കാം. 30-ാം തീയതിയാണ് ഈ കാണുന്നത്. 30-ലെ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ ആ ഡേറ്റ് കംപ്ലീറ്റ് മാറിയുണ്ടോ. അടുത്ത ദിവസം വന്നപ്പോ അവിടെയുള്ള ബയേഴ്സ് കംപ്ലീറ്റ് മാറി. അടുത്ത ദിവസത്തെ ഡേറ്റ് 30-ാം തീയതി നോക്കിയപ്പോ അവിടെ എന്തായി, സെല്ലേഴ്സിന്റെ ഡോമിനേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കണ്ടോ, തൊട്ട് മുമ്പത്തെ ദിവസം നമ്മൾ ഇവിടെ ബയേഴ്സിനെയാണ് കൂടുതലായിട്ട് കണ്ടതെങ്കിൽ തൊട്ട് അടുത്ത ദിവസം സെല്ലേഴ്സിന്റെ സ്ട്രെങ്ത് കൂടിയത് കണ്ടോ, ആ ബൈയിങ്ങിന്റെ ബാർ മാറിയതുണ്ടോ. ഇത് ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കാതെ മനസ്സിലാവും. നമുക്ക് ചാർട്ടിൽ പോയിട്ട് ക്യാൻഡിൽ സ്റ്റിക്കിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. ഇതുപോലത്തുള്ള ഡേറ്റാസ് ഉണ്ട് എന്ന് ഓർക്കുക.
അപ്പോ ഈ കാണുന്നതെന്ന് നോക്കി, ഇവിടെ സെല്ലേഴ്സിന്റെ സ്ട്രെങ്ത് ക്ലിയർ ആയിട്ട് പെട്ടെന്ന് മനസ്സിലായണ്ടോ? ഇനി ഇതിൽ ഏത് ലെവൽ നമ്മൾ എടുക്കണം? ഇതെല്ലാം പല പ്രൈസ് റേഞ്ചസിലുള്ള സെല്ലേഴ്സ് ആണ്. ഇതിൽ ഏത് സെല്ലറിനെ നമ്മൾ എടുക്കണം? ഒന്ന് നോക്കി, ഇത് നമ്മൾ എടുക്കില്ല, കാരണം ഇവിടെ ഒരു സെല്ലേഴ്സ് വളരെയധികം കൂടുതലല്ല, ഇതും വളരെ ചെറുതാണ്, നമ്മൾ വിട്ടുകളയും. ഇത് നമുക്കൊന്ന് നോക്കിയാലോ? പക്ഷേ ഇവിടെ നോക്കിയാലോ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞ ഒരു കണ്ടീഷൻ ഇവിടെ പാലിക്കപ്പെടുന്നില്ല. എന്താണ്? മൂന്നോ നാലോ ഇരട്ടി, 4-5 മടങ്ങ് വേണമെന്ന് പറഞ്ഞു. ഇവിടെയുള്ള സെല്ലേഴ്സിന്റെ എണ്ണം നോക്കി, എത്രയാണെന്ന് നോക്കി, സ്ക്രീനിൽ നോക്കി, 1.6 കോടി സെല്ലേഴ്സ് ഉണ്ട്. ബയേഴ്സ് എത്രയാണ്? ഏകദേശം 70 ലക്ഷം, 67 ലക്ഷമാണ് കറക്റ്റ്. 67 ലക്ഷത്തിന്റെ 4-5 ഇരട്ടി സെല്ലേഴ്സ് ഒന്നും ഇവിടെ ഇല്ല. അതായത് 67 ലക്ഷം ബയേഴ്സ് ഉള്ളപ്പോ അതിന്റെ ഒരു 4-5 ഇരട്ടി ബയേഴ്സ് എങ്കിൽ, സോറി, ബയേഴ്സിന്റെ 4-5 ഇരട്ടി സെല്ലേഴ്സ് എങ്കിലും വേണമെന്ന് പറഞ്ഞു. അത് ഇവിടെ ഇല്ല. 67 ലക്ഷം ബയേഴ്സ് ഉള്ളപ്പോ 1.6 കോടി സെല്ലേഴ്സ് മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പൊ ഈ ലെവല് നമ്മൾ പരിഗണിക്കില്ല എന്ന് ഓർക്കാം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ലെവൽ നോക്കാം. ഇത് വളരെ ചെറുതാണ്, നമ്മൾ എടുക്കില്ല. നെക്സ്റ്റ് ലെവൽ നോക്കി, ഈ ലെവൽ എന്ന് നോക്കി, ഈ ലെവലില് ഏകദേശം 1 കോടി സെല്ലേഴ്സ് ഉണ്ട്. 1 കോടി സെല്ലേഴ്സ് ഉണ്ട്. ബയേഴ്സ് എത്രയുണ്ട്? 22 ലക്ഷം. ഇവിടെ കണ്ടീഷൻ ക്ലിയർ ആണ് അല്ലെ? 22 ലക്ഷം ബയേഴ്സും 1 കോടി സെല്ലേഴ്സും ഉണ്ട്. അതായത് എത്ര മടങ്ങുണ്ട്? ഏകദേശം 5 മടങ്ങ്. ബയേഴ്സിന്റെ 5 മടങ്ങ് സെല്ലേഴ്സ്. ഇവിടെ എന്ന് പറയുമ്പോൾ ആ പ്രൈസ് റേഞ്ച് എത്രയാണെന്ന് നോക്കി, 26,100 എന്ന് പറയുന്ന പ്രൈസില് എത്ര ബയേഴ്സ് ഉണ്ട്? വെറും 22 ലക്ഷം ബയേഴ്സ് ഉണ്ട്, 1 കോടിയിലധികം സെല്ലേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ കണ്ടീഷൻ ക്ലിയർ ആണ്. ഇനി നമ്മൾ പറഞ്ഞ മറ്റൊരു കണ്ടീഷൻ എന്താണ്? സെല്ലേഴ്സിന്റെ എണ്ണം 1 കോടി കടന്നിരിക്കണം. അതും ഇവിടെ വന്നിട്ടുണ്ടല്ലോ, കാരണം സെല്ലേഴ്സിന്റെ എണ്ണം 1 കോടിയും കടന്നിട്ടുണ്ട്. അപ്പൊ ആ കണ്ടീഷൻ 3 to 5 ടൈംസ് ഉണ്ടായിരിക്കണം, 1 crore എബവ് വേണം, അതെല്ലാം ക്ലിയർ ആണ്. അപ്പോ 26,100 എന്നാണ് ആ ലെവല് പറയുന്നത്. അപ്പോ ഇത് 30ാമത്തെ ഡേറ്റ് ആണല്ലോ. നമ്മളിത് യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? 31-ാം തീയതിയാണ്. 31-ാം തീയതി മോർണിംഗ് ആണ്. അപ്പോ നമുക്ക് 31-ാം തീയതി ചാർട്ട് നോക്കാം. 29, 30, 31. ഇതാണ് 31-ാം തീയതി വരുന്ന ചാർട്ട്. കണ്ടോ? ഇതാണ് 30 months ചാർട്ട്. ലെവൽ ഏതായിരുന്നു? ലെവൽ ഒന്ന് ചെക്ക് ചെയ്തേ. 26,100. 26,100 നമുക്ക് എടുക്കാം. ഏത് ലെവലാണെന്ന് നോക്കാം, മാർക്ക് ചെയ്യാം. 26,100 എന്ന് പറയുന്ന ലെവല് ഏകദേശം ഇതാണ്. കണ്ടോ? കൃത്യം 26,100 ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ കാണാം. അവിടെ എന്താ സംഭവിച്ചത് നോക്കി, ഒരൊറ്റ ടാപ്പ് മാർക്കറ്റ് അവിടെ എത്തിയതും നേരത്തെ പറഞ്ഞ പോലെ സോണായിട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ സോണ് പോലും ഇല്ലാതെ തന്നെ മാർക്കറ്റ് അവിടെ ഒരൊറ്റ ടാപ്പ് ചെയ്തത് മാർക്കറ്റ് ഫോളോ ആവുന്നത് കാണാം. നേരത്തെ നമ്മൾ കണ്ട അതേ കാര്യം അതേപോലെ ഇവിടെ നടക്കുന്നത് കാണാൻ സാധിക്കും. കണ്ടോ? ഒരു മാറ്റവും ഇല്ല. അതേപോലെ അവിടുത്തെ സെല്ലേഴ്സ് ആക്റ്റീവ് ആവുന്നുണ്ടോ? ഇത് ഏതെങ്കിലും ക്യാൻഡിൽസ്റ്റിക് പാറ്റേണോ ചാർട്ട് പാറ്റേണോ വെച്ചിട്ടാണോ ഇത് ഇങ്ങനെ സംഭവിച്ചത്? അത് വെച്ചിട്ടാണോ? മനസ്സിലായത്? അല്ല. ഇതേപോലുള്ള ഡേറ്റാസ് മാർക്കറ്റിലുണ്ട്. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. എന്തായിരുന്നു? മാർക്കറ്റ് ബിലോ ഓപ്പൺ ചെയ്യണം. അതും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ബിലോ ഓപ്പൺ ചെയ്യണം എന്നുള്ളത്. മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തെങ്കിലോ, ഇതിന്റെ എബവ് ആയിരുന്നെങ്കിലോ ഓപ്പൺ ചെയ്തത്, നമ്മൾ എടുക്കില്ല. എബവ് ആയിരുന്നു നമ്മൾ ഓപ്പൺ ചെയ്തെന്നുണ്ടെങ്കിൽ ഈ ലെവൽ പരിഗണിക്കില്ല. എബവ് ആയിരുന്നെങ്കിൽ നമ്മൾ പരിഗണിക്കില്ല. ബിലോ തന്നെ ഓപ്പൺ ചെയ്തിരിക്കണം എന്നത് നിർബന്ധമാണ്. ഈ ട്രേഡ് മോർണിംഗ് തന്നെയാണോ വന്നത്? ആണല്ലോ. മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്, മോർണിംഗ് തന്നെയാണ് വന്നത്. ഓക്കെ, ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ റിസ്ക് ആയിരിക്കും, അതുകൊണ്ടാണ് മോർണിംഗ് വന്നാൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഞാനിപ്പോ യൂസ് ചെയ്യുന്നതിൽ ഒരൊറ്റ ഡേറ്റ ആണ്. ഈ ഡേറ്റ ഒറ്റയ്ക്കല്ല ഉപയോഗിക്കുന്നത്, ഇതിന്റെ കൂടെ ക്ലബ് ചെയ്യുന്ന ഇനിയും കാര്യങ്ങളുണ്ട്. ഇതിന്റെ ആക്യുറസി കൂട്ടാനും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനും ഇതിന്റെ കൂടെ ക്ലബ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇത് ഒറ്റയ്ക്കല്ല യൂസ് ചെയ്യുന്ന, ഇതിന്റെ കൂടെ ഇനിയും കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് ഇതിന് നല്ല ആക്യുറസി വരുന്നത്. ഇപ്പൊ ഇത് മാത്രമായിട്ട് തന്നെ കിട്ടുന്ന ആക്യുറസി കണ്ടോ? ഇത് മാത്രം തന്നെ. അപ്പൊ ഇതിന്റെ കൂടെ ഇതുപോലത്തുള്ള മറ്റ് ഡേറ്റാസ് കൂടി, ഇതുപോലത്തെ ഒരുപാട് ഡേറ്റ ഉണ്ട്, ഇതുപോലത്തുള്ള മറ്റു ഡേറ്റാസ് കൂടി ക്ലബ് ചെയ്യുമ്പോൾ എന്തുമാത്രം നല്ല ഒരു കൺവിക്ഷൻ നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് ലഭിക്കും എന്ന് ഓർത്ത് നോക്കി. വളരെ നല്ല രീതിയിൽ ലഭിക്കും. അപ്പൊ ക്യാൻഡിൽസ്റ്റിക്സിന്റെ പിറകെ പോവാതെ നമ്മൾ മാർക്കറ്റിലുള്ള ഇത്തരം ഡേറ്റാസിനെ കുറിച്ച് പഠിക്കുക. നമ്മൾ സെൽഫായിട്ട് പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും എന്ത് പഠിക്കണം എന്നതാണ് ഞാനിത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. എന്ത് പഠിക്കണം എന്നതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഒരൊറ്റ തവണ നമ്മൾ ക്യാൻഡിൽസ്റ്റിക് എന്നൊക്കെ മാറി നിന്നിട്ട് ഒരൊറ്റ തവണ അറ്റ്ലീസ്റ്റ് ഫോർ 1 ടൈം ഇതേപോലുള്ള ഡേറ്റാസ് പഠിച്ചു നോക്കുക. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. മറ്റതെല്ലാം മാറ്റിയിട്ട്, ആ പാറ്റേൺസ് എല്ലാം മാറ്റിയിട്ട് അറ്റ്ലീസ്റ്റ് 1 ടൈം നമ്മൾ ഇതേപോലുള്ള ഡേറ്റാസിന് പിറകെ പോവുക, മനസ്സിലാക്കി നോക്കും. മനസ്സിലാവും, നമുക്ക് നന്നായിട്ട് മനസ്സിലാവും എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. കണ്ടീഷൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. ഇതുപോലത്തുള്ള മറ്റ് കണ്ടീഷൻസ് ഉണ്ട്. വീഡിയോസ് ഇതുപോലുള്ള
ഇതേപോലുള്ള മറ്റ് ഡേറ്റാസിന്റെ വീഡിയോ വേണം, ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. കമന്റ് ചെയ്താലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യോ, എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഓക്കെ, കുറച്ച് പേർക്കെങ്കിലും അത് ഇഷ്ടപ്പെടുന്നുണ്ട്, ഉപകാരപ്പെടുന്നുണ്ട്. ഇപ്പൊ ഒന്നും ചെയ്യാതിരുന്ന എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഈ സീരീസ് അത് കണ്ടിന്യൂ ചെയ്തില്ല. കാരണം എല്ലാവർക്കും അത് ഉപകാരപ്പെടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ ഓക്കെ, അത്രയും പേർക്ക് അത് ഉപകാരപ്പെടുന്നുണ്ടല്ലോ, എനിക്കത് കണ്ടിന്യൂ ചെയ്യാലോ എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് കമന്റോ ലൈക്കോ എന്താന്ന് വെച്ചാൽ ചെയ്യുക. അപ്പൊ ഞാനത് ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും. അതേപോലെ ഗ്രൂപ്പിൽ റിക്വസ്റ്റ് ചെയ്തിരുന്നാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. ഗ്രൂപ്പിൽ ചിലപ്പോൾ ഇന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ന് തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഞാൻ ഇപ്പൊ തന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഞാൻ ചിലപ്പോൾ വീക്കെൻഡ്സിലൊക്കെ ഞാൻ ഫ്രീ വരുന്നത്. അപ്പൊ വീക്കെൻഡ്സിലായിരിക്കും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യും. റിക്വസ്റ്റ് വന്നിരുന്നാൽ വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം വീഡിയോസ്, ഇതുപോലത്തെ വീഡിയോസ് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഇനിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയാവും. ഇത്തരത്തിലുള്ള ഒരുപാട് ഡേറ്റാസ് ഉണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഡേറ്റാസിനെ കുറിച്ച് വീഡിയോ ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ പഠിച്ച നിഫ്റ്റിയുടെ കേസാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ പറഞ്ഞ ഡേറ്റ എല്ലാം നിഫ്റ്റിയെ കുറിച്ചാണ്, മറ്റൊരു കാര്യത്തിലല്ല. നിഫ്റ്റിയുടെ കേസാണ് ഞാൻ ഈ പറഞ്ഞത്, സ്റ്റോക്കിലെ കേസ് അല്ല കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ.